അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിലുൻ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ എല്ലാ കാര്യവും കണ്ടറിയുന്നവനാകുന്നു. അള്ളാഹു പറയുന്നു, പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ, പക്ഷികളെ ഒരു നിമിഷം ശ്രദ്ധിച്ചു നോക്കൂ. അവയുടെ ചിറകുകളുടെ സൗന്ദര്യം, ആ ചിറകുകൾ വിരിയുന്ന വിധം, അല്പം കഴിഞ്ഞാൽ വീണ്ടും ചേർന്ന് ചുരുങ്ങുന്ന രീതി, അവയുടെ ശബ്ദത്തിൻ്റെ മാധുര്യം, അവയുടെ പറക്കലിൽ കാണുന്ന അത്ഭുതം, ഇവയെല്ലാം അള്ളാഹു അത്രയും സമ്പൂർണമാക്കി സൃഷ്ടിച്ചതിൻ്റെ തെളിവുകൾ തന്നെയാണ്. പക്ഷികൾ ചിലപ്പോൾ ആകാശത്ത് വി ആകൃതിയിൽ പറക്കുന്നത് കാണാറില്ലേ? കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് മാറും, വീണ്ടും പുതിയൊരു രൂപം പിറക്കും. ചിലപ്പോൾ ചിതറിപ്പോകും, ചിലപ്പോൾ കൂട്ടം കൂട്ടമായി സങ്കോചിക്കുകയും ചെയ്യും. തങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ മാറി മറിയുന്ന സ്വഭാവത്തെ അള്ളാഹു നമ്മെ കാണിച്ചു തരുന്നതാണിത്. വിരിയൽ, ചുരുങ്ങൽ, വിപുലീകരണം, തിരിച്ചു കൂടിച്ചേരൽ, അങ്ങനെ അങ്ങനെ ചിന്തിച്ചു നോക്കൂ. ഈ സ്പ്രെഡിങ് ഔട്ട് മുമ്പ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, ഫംഷൂ ഫി മനാകിബിഹ, ഭൂമിയിൽ എക്സ്പ്ലോർ ചെയ്യൂ. ഇവിടെ പക്ഷികളുടെ പറക്കലും നമ്മുടെ ജീവിതവും ഒരേ താളത്തിൽ ചേർന്ന് നിൽക്കുന്നു. അവയും സ്പ്രെഡ് ഔട്ട് ചെയ്യും, നമ്മളോടും സ്പ്രെഡ് ഔട്ട് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അവയും വീണ്ടും ഒരുമിച്ച് ചേരും. നമ്മളും അവസാനം ഇലൈഹി നുഷൂർ, അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് ചേരുന്നത്. ആദ്യം അള്ളാഹു നമ്മെ ദൂരെയുള്ള മുന്നറിയിപ്പിലേക്ക് വിളിക്കുന്നു, ആഖിറത്ത്. പിന്നീട് നമുക്ക് ലളിതമായ കാര്യങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. ആകാശത്ത് പക്ഷികളെ വീണു പോകാതെ പിടിച്ചു നിർത്തുന്നത് ആരാണ്? അവൻ്റെ സൃഷ്ടികൾക്ക് ഓരോ നിമിഷവും കരുതൽ നൽകുന്നത് ആരാണ്? അത് റഹ്മാൻ തന്നെയാണ്. ജീവിച്ചിരിക്കാനുള്ള ഓരോ നിമിഷവും വായുവിൽ പക്ഷിയെ താങ്ങുന്ന ശക്തിയെ പോലെ നമ്മെ താങ്ങി നിർത്തുന്ന ഒരു കരുണയാണ്. അള്ളാഹു പറയുന്നു, പക്ഷികളെ നോക്കൂ, അവ എന്ത് ചെയ്യുന്നുവെന്ന് ചിന്തിക്കൂ, പതിയെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അതേസമയം അള്ളാഹുവിൻ്റെ കരുണയെ നിഷേധിച്ചവർ അവർ തെറ്റായ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം അവർ അള്ളാഹുവിൻ്റെ കരുണയെ നിഷേധിച്ചു.